ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിക്കുകയും ദൈവിക കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തും, ദൈവം നമ്മെ ബലപ്പെടുത്തും. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ദുഃഖമുണ്ടാകാം, എന്നാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ അത് എത്രമാത്രം ഏത് നിലവാരം വരെ ദുഃഖിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ദുഃഖം ഉളവാക്കുന്നതാണ്. എന്നാലേ പ്രത്യാശയില്ലാത്തവരെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു നിലവാരത്തിൽ നമുക്ക് ദുഃഖിക്കുവാനായിട്ട് ഇടയായിത്തീരരുത്. അങ്ങനെ ആ നിദ്ര കൊണ്ടവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ഇപ്പം ആശ്വസിപ്പിക്കുവാൻ മതിയായത് ദൈവത്തിൻ്റെ വചനമാണ്. അത് മാത്രമല്ല, നമ്മുടെ ആ വലിയ പ്രത്യാശ എന്താണ്? ആ ഉറപ്പ് അല്ലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ. മരിച്ചവരെ കുറിച്ച് നിങ്ങളെ ദുഃഖിക്കാതിരിക്കേണ്ടതിനാണ് അത് എഴുതിയിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം കർത്താവ് ഒരു വരുവാനായിട്ട് പോകുന്നു. അതാണ് ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവവൈതലിൻ്റെയും ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് വീണ്ടും വരും. എന്തിനാണ്? നമ്മെ ചേർക്കേണ്ടതിന് വേണ്ടി. മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം ജീവനോടെ ശേഷിക്കുന്നവർക്ക് അടുത്തതായിട്ട് രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് വേണം നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ. ദൈവമക്കളെ, ആശ്വാസത്തിന് മുഖാന്തരമായി തീരുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് വരുന്ന ദിവസത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്നവരെ പ്രത്യാല ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം ഓരോരുത്തർക്കും അതിനുള്ള കൃപ നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്കവരെ പ്രാർത്ഥനയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് മുൻപോട്ട് പോകാം. വരുന്ന ദിവസങ്ങളിലും ആശ്വാസത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ആശ്വാസത്തിനായിട്ട് ചില ചിന്തകൾ, ചുരുങ്ങിയ ചില വാക്കുകൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട്, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. അപ്പം ഇതാര് പറഞ്ഞ വാക്കാ? കർത്താവ് തന്നെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത വാക്കുകളാണ്. കാരണം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, അല്ലെങ്കിൽ ഹൃദയം കലങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് മുൻപോട്ട് പോകുന്നത്. എന്താണ് കാരണം? അതിന് മുമ്പലത്തെ ഭാഗം വായിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 36-ാം വാക്യം മുതൽ താഴേക്ക് നമുക്കൊന്ന് വായിക്കാം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തതെന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞു. അതിന് യേശു, എൻ്റെ ജീവനെ, നിൻ്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ വാക്ക് അവരെ ഓർപ്പിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും അവരുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി അവരെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് അവരോട് പറയാണ്, എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന് അടിസ്ഥാനമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കലങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. അപ്പം ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്ത് വിശ്വാസമുള്ളത് നമുക്ക്? എന്ത് വിശ്വാസം നമുക്കുള്ളത്? ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നു. എങ്ങനെയുള്ള വിശ്വാസമാണ് അത്? ഏത് രീതിയിലുള്ള വിശ്വാസമാണ്? അല്ലെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തെ എങ്ങനെയൊന്ന് വിശദീകരിക്കുവാനായിട്ട് പറ്റും? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, അല്ലേ? ദൈവം ഉണ്ടെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ മാത്രമല്ല വിശ്വസിക്കുന്നത്. പിന്നെയോ
പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അത് പറയുന്നത് അവിടെ? യാക്കോബ് 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 19-ാം വാക്യത്തിൽ, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? വള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം ഉണ്ട് എന്നുള്ളത്, ദൈവം ഏകനാണെന്നുള്ളത് പിശാചിനും അറിയാം. അവന് മുമ്പിൽ പിശാച് വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല. പിന്നെ നമുക്കറിയാം, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് രക്ഷിച്ചു, ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ ദൈവമകനായിട്ട് തീരും, ദൈവമകളായിട്ട് തീരും, അല്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. അങ്ങനെ ഒരു ദൈവമകനായി തീർന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെ എങ്ങനെ നമ്മൾ പറയുന്നത്? വിശ്വാസി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ വിശ്വാസത്താലാണ് അവൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടത്. അപ്പം വിശ്വാസമാണ് അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഒന്ന്, കർത്താവ് എന്നെ രക്ഷിക്കുവാൻ ശക്തനാണ്, എന്നെ വഴി നടത്തുവാൻ ശക്തനാണ്, അവൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദൈവം ഉണ്ട് എന്ന് എല്ലാവരും പറയും, എല്ലാവർക്കും വിശ്വസിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെയുണ്ട്, അവൻ എൻ്റെ ഏത് പ്രതിസന്ധികളിലും എന്നെ സഹായിപ്പാൻ തക്കൊണ്ട് അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്, ഏതിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തരുവാൻ തക്കണം ഈ ദൈവം മതിയായവനാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തരണം. ഒരിക്കൽ ഇയ്യോബ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇയ്യോബ് പറഞ്ഞെന്താ ഓർക്കുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ വലിയ കാഴ്ചപ്പാട് ഇയ്യോബ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോഴേ വളരെ വ്യക്തമായ നിലയിൽ അറിയുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ കർത്താവിനെ ദേഹസഹിതനായിട്ട് കാണും. ആ ഉറപ്പ്, ആ വിശ്വാസം, ആ ധൈര്യമാണ് ഒരു ദൈവവൈതനെ മുൻപോട്ട് നയിക്കുവാനായിട്ട്, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഇയ്യോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ഒന്നാമതായിട്ട് നാം പറയുന്നത് അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച്. അവൻ ആരാണ്, ദൈവം മുൻപാകെ അവൻ ആരാണ് എന്നുള്ളത് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു. ഇയ്യോബ് ഊസ് താമസിച്ചിരുന്നു. അവൻ എങ്ങനെയുള്ളവനാണ്? അവന് ദോഷം വിട്ടുള്ളവനും ദൈവഭക്തനും ആയിരുന്നു. അപ്പം ഈ ദൈവഭക്തനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ തുറന്നുള്ള ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ്റെ ചരിത്രം, ഒരു പ്രത്യേക ഇടപെടലുകൾ, ദൈവവും അവനുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ അവൻ്റെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ വിശദീകരിക്കുന്ന സംഭവങ്ങളാണ് അതിന് ശേഷം മുൻപോട്ട് പോകുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു നമുക്കറിയാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എല്ലാം ഓർപ്പിക്കുവാനായിട്ട് സമയമില്ല. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് തിന്നുകുടിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ്റെ അവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരിയെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവരെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തിലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം എന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുവൻ വന്ന്, ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് കത്തി, ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ മാത്രം വഴുതിപ്പോന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചരിച്ചു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഒരു ദൈവഭക്തൻ്റെ ഒരു യഥാർത്ഥമായ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവഭക്തി തെളിയിക്കപ്പെട്ടത്. പിന്നെയോ അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ, അവൻ്റെ മനോഭാവത്തിൽ കൂടെ അവനും ദൈവവുമായുള്ള ആ ബന്ധം എത്രയോ ശക്തമായിരുന്നു എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്രയോ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്.
അത് ആ ചില വാക്കുകളിൽ കൂടെ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത വളരെ ശക്തമായ പ്രതിസന്ധിയിൽ കൂടെയാണ് ഇയ്യോബ് കടന്നുപോയത്. എന്നാൽ ഇയ്യോബ് പറയുന്നത് എന്താ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഇതിനാൽ ഒന്നും ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നില്ല, ദൈവത്തിൽ ഭോഷത്വം ആരോപിക്കുവാനായിട്ട് കാരണമായി തീർന്നില്ല. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതം എപ്പോഴും നമുക്കൊരു ദൈവത്തിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ എത്രയോ ഉന്നതമായ ഒരു മാതൃകയിലാണ് ഇയ്യോബ് തൻ്റെ ജീവിതം നയിച്ചതെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ്റെ ഉന്നതമായ സംരക്ഷണമാണ് ദൈവം നമ്മെ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു ചുവടെങ്കിലും മുൻപോട്ട് വയ്ക്കുവാനായിട്ട് കഴിയുന്നത്. ആ നിലയിലുള്ള അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യം നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം എത്രമാത്രമുണ്ട്? ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യം, ഒരു പ്രത്യേക വാക്യമുണ്ട്. അത് യോസേഫിനോടുള്ള ബന്ധത്തിലാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ട അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണത്? യോസേഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോൾ തൻ്റെ അപ്പൻ്റെ ഇഷ്ടപുത്രനായ യോസേഫ് സഹോദരന്മാരുടെ അന്വേഷണം അറിയിക്കാനായിട്ട് ദോതാനിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതെല്ലാം വിവരിക്കുവാനായിട്ട് സമയമില്ല. ഒടുവിൽ യോസേഫ് ഈ സഹോദരന്മാരോട് പറയുന്ന ചില വാക്കുകളാണ് നമുക്കിവിടെ 5-ാം വാക്യത്തിൽ കാണുന്നത്. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അതിൻ്റെ 7-ാം വാക്യം, സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനും ഇസ്രായേൽ ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. യോസേഫ് ഏതെല്ലാം നിലയിലുള്ള പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു വന്നത് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. അവൻ മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. ഇതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് എന്നെ ഈ നിലയിൽ ഇവിടേക്ക് അയച്ചത്. ദൈവമക്കളെ, ഇത്രമാത്രം പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു വ്യക്തിത്വം യോസേഫ്. എന്താണ് അവൻ പറയുന്ന വാക്കുകൾ? സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിറ്റ് കളഞ്ഞതിലൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെയും ദൈവഹിതപ്രകാരമായിരുന്നു എന്നുള്ളത് യോസേഫ് വളരെ വ്യക്തമായ നിലയിൽ അവരെ ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ തനിക്കത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. ഈ നിലയിൽ എന്നെ ഇവിടെ എത്തിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതികളായിരുന്നു ഇതെല്ലാം എന്ന് താൻ പറയുകയാണ്. മാത്രമല്ല യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. എന്താ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നമുക്ക് ദൈവസേനയിൽ ഒരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ പറയുവാനായിട്ട് കഴിയും. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് മാത്രമാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. മാത്രമല്ല അതിൻ്റെ അനന്തര ഫലം എന്താണ്? അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണ്, ഒന്നും ദോഷത്തിനല്ല, അല്ലെങ്കിൽ ഒന്നും തിന്മയ്ക്കല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താ വായിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അപ്പം ദൈവം വ്യാപരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവിക കരുതൽ, ദൈവിക പദ്ധതിയാണ് അതൊക്കെ. തൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാം. നമ്മൾ യോബിൻ്റെ കാര്യം ചിന്തിച്ചു, യോസേഫിൻ്റെ കാര്യത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളൊക്കെ അവരുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും
നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്, ദൈവത്തിൻ്റെ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസ് 12:6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: 2 കാശിന് 5 കുരിയലിനെ വിൽക്കുന്നില്ലേ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. മറ്റേ വാക്യം എങ്ങനെയാ? മത്തായി 10:29 വാക്യത്തിലുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: കാശിന് 2 കുരിയലിനെ വിൽക്കുന്നില്ലയോ, നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ ആ ഒന്നുപോലും നിലത്ത് വീഴുന്നില്ല. ആ ഒന്ന് 2 കാശിന് 5 കുരിയലുണ്ട്, 1 കാശിന് 2 കുരിയലുണ്ട്. അപ്പം അഡീഷണലായിട്ട് 2 കാശിന് ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന 5 എന്ന് പറയുന്നു. അതിൽ 5-ാമത്തേത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയതിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാശിന് 2 കുരിയലിനെ വിൽക്കുന്നു, അവയിലൊന്നുപോലും ദൈവം നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ദൈവം സമ്മതിക്കാതെ നിലത്ത് വീഴുന്നില്ല. ദൈവം സമ്മതിക്കണം. ഒരു കുരിയൽ പോലും നിലത്ത് വീഴണമെങ്കിൽ ദൈവമക്കളെ ദൈവം സമ്മതിച്ചേ മതിയാകുള്ളൂ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, നമ്മെക്കുറിച്ച് എത്ര കരുതലുള്ളവനാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്ര ഉന്നതമാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മുടിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. എന്താ? തലയിൽ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. നിന്റെ തലയിൽ, എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്നുള്ളത് ആർക്കറിയാം? എൻ്റെ ദൈവത്തിനറിയാം. നമുക്കറിയില്ല, എനിക്കും നിങ്ങൾക്കും അറിയില്ല. എന്നാൽ ഇതെല്ലാം വ്യക്തമായി അറിയുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ ആരംഭത്തിൽ പറഞ്ഞു, ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഈ ദൈവം എത്ര നല്ലവനാണ്, എൻ്റെ ജീവിതത്തിൽ എത്ര വലിയവനാണ്, എനിക്ക് വേണ്ടി എത്രമാത്രം ഉന്നതമായ നിലയിൽ കരുതുന്ന ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദൈവമക്കളെ. അപ്പോഴാണ് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എൻ്റെ ദൈവം അവൻ വലിയവനാണ്, അവൻ കരുതുന്ന ദൈവമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഓർപ്പിക്കുന്നത്. അവൻ എനിക്കായി കരുതുന്നു. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയണം: എൻ്റെ ദൈവം എനിക്കായിട്ട് കരുതുന്നു. എൻ്റെ ചിന്താകുലങ്ങളൊക്കെയും ഇറക്കി വയ്ക്കുവാൻ അവൻ്റെ സാന്നിധ്യമുണ്ട് നമ്മോടുകൂടെ. ദൈവമക്കളെ, എൻ്റെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. ആ നിലയിൽ എന്നെ കരുതുന്ന ഒരു കർത്താവ്, എൻ്റെ തലയിലെ രോമങ്ങളും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഈ തലയിലെ മുടിയെ എണ്ണി നിർണയിച്ചിരിക്കുന്ന ദൈവം എൻ്റെ ഏതും ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ അവൻ കൂടെ ഇരിക്കുന്നവനാണ്. ഒരിക്കലും കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനുമല്ല. ദൈവമക്കളെ, ആ ഉറപ്പ് നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ആ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ ഉന്നതമായ നിലയിൽ നമ്മെ കരുതുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടിയുണ്ട്. അവൻ നമ്മെ കരുതുന്നവനാണ്, അവൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാൻ ആവശ്യമില്ല. എൻ്റെ ദൈവം എനിക്കായി കരുതുന്നവനാണ്. നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ പാടുവാനായിട്ട് സാധിക്കും. എനിക്കായി കരുതുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ആ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കറിയാം, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മത്തായി 14:22 കർത്താവ് പറഞ്ഞിട്ട് പോയ ശിഷ്യന്മാരാണ്. ഉടനെ യേശു 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അപ്പോൾ അക്കരയ്ക്ക് പോകുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് നിർബന്ധിച്ച് അയക്കുകയാണ്. അയക്കുന്ന പോയ പോക്കിൽ എന്താ സംഭവിച്ചത്? കർത്താവ് ഇങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാനായിട്ട് തനിയെ മലയിലേക്ക് പോയി. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും: കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചേച്ച് താൻ പ്രാർത്ഥിക്കാൻ പോയി. എന്തിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്? താൻ നിർബന്ധിച്ചയച്ച ശിഷ്യന്മാർ ക്ഷീണിച്ചു പോകരുത്, അവർ തളർന്നു പോകരുത്, അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളിൽ അവർ പതറിപ്പോകരുത് എന്നതായിരിക്കും കർത്താവിൻ്റെ പ്രാർത്ഥന. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം, രാത്രിയിലെ 4-ാം യാമത്തിൽ കർത്താവ് അവിടെ അടുത്തേക്ക് കടന്നു വരുന്ന ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ 23-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ
വളരെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. നാലായാമത്തിൽ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കാറായി, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു സന്ദർഭമായിരുന്നു അത്. ആ സന്ദർഭത്തിൽ കർത്താവ് അവരെ കരുതുന്ന ദൈവമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. രാത്രിയിലെ നാലായാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവൻ അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആവുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ആ ചരിത്രം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് അറിയുവാനായിട്ട് കഴിയുന്ന പത്രോസ് അവിശ്വാസത്താൽ വെള്ളത്തിൽ താണു പോകുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഞാൻ ഓർപ്പിച്ച വിഷയം, നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിപ്പാനൊക്കെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. കർത്താവ് നമ്മെ അയച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ ഓമന പേർ ചൊല്ലിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവൻ നമ്മെ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. അവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഏത് യാമത്തിലാണെങ്കിലും കർത്താവ് നമ്മോട് കൂടിയുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തരുത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് സമാധാനത്തോടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ, ആ സന്തോഷത്തോടുകൂടെ, ആ ധൈര്യത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ശരണപ്പെടാം. നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അധൈര്യപ്പെട്ടു പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ദൈവകൃപയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. മത്തായി 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് ചില പ്രത്യേക വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അവിടെ ദൈവീയ കരുതൽ എത്രയോ വലുതാണ് തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനു വിചാരപ്പെടണം, നിങ്ങൾ എന്തിനു വിചാരപ്പെടണം. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു കുരികിലിനെ പോലും ദൈവം മറന്നുപോകുന്ന ദൈവമല്ല. അത്ര ഉന്നതമായ നിലയിൽ കുരികിലുകളെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചും കർത്താവിന് എത്രമാത്രം കരുതലുണ്ടായിരിക്കും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. അതിൻ്റെ 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ. പിതാവ് ആരുടെ വകയാണ്? എൻ്റെ വക. ഇവിടെ ദൈവം പറയും നിങ്ങളുടെ പിതാവ് എന്ന് പറയും, എൻ്റെ പിതാവ്. നമ്മുടെ ഓരോരുത്തർക്കും പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശവും പദവിയും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ക്രിസ്തുവേശുവിൽ കൂടെ നാം അനുഭവിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ദൈവം നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവം അറിയുന്നു. നിങ്ങളുടെ ഭൗമികമായ ആവശ്യങ്ങളെ അറിയുന്നു, നിങ്ങളുടെ ആത്മീയമായ നിലവാരങ്ങളെ അറിയുന്നു, നിങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവം അറിയുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ദൈവസേനയിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ ദൈവം ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരുവാനൊക്കെ മതിയായവനാണ്. അതിൻ്റെ മുകളിലത്തെ വാക്കുകളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കെങ്കിലും കഴിയുമോ? നമ്മളെത്ര വിചാരപ്പെട്ടാലും ഒരു മുഴം പോലും നമുക്ക് നമ്മുടെ നീളത്തോട് കൂട്ടുവാനായിട്ട് കഴിയില്ല. അത്ര നിസ്സഹായരാണ് നമ്മൾ. നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് ഏത് കാര്യവും നിർവഹിക്കുവാനൊക്കെ എൻ്റെ ദൈവം വലിയവനാണ്. മാത്രമല്ല അവൻ ഈ ഭൂമിയിലെ സകലത്തിനെ നിയന്ത്രിക്കുന്ന, വയലിലെ പുല്ലിനെ അവനാണ് ചമയിക്കുന്നത്, വയലിലെ താമരയെ അണിയിക്കുന്ന അവനാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. എങ്കിൽ ദൈവമക്കളിൽ നമുക്ക് എത്രയധികമായിട്ട് അവൻ നമ്മെ കരുതുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നിർവഹിച്ചു തരുന്നവനാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കൊന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാൻ ആവശ്യമില്ലാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ദൈവമക്കളെ നമുക്ക് ആശ്രയിക്കുവാനുള്ള ഏക സ്ഥാനം ദൈവിക സാന്നിധ്യമാണ്, ദൈവിക കരുതലാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് 34-ാം വാക്യത്തിൽ പറയുന്നത്, നാളേക്കായി നിങ്ങൾ വിചാരപ്പെടരുത്. നാളത്തെക്കുറിച്ച് മനുഷ്യൻ്റെ എല്ലാം വിചാരം ഉണ്ടായിരിക്കും, ഇന്നത്തെ കാര്യമല്ല. പിന്നെ നാളെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്, അടുത്ത ദിവസം എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാം ചിന്ത. അങ്ങനെയാണ് നമ്മൾ ഭാരപ്പെടുന്നത്, അങ്ങനെയാണ് നമ്മൾ വിചാരപ്പെടുന്നത്. എന്നാൽ
ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ പറയുന്നു. അതുകൊണ്ട് നാളേക്കായി നിങ്ങൾ വിചാരപ്പെടുന്നു. എൻ്റെ ദൈവം എത്ര വലിയവനാണ്. താമരകളെ അണിയിക്കുന്ന, ആകാശത്തിലെ പറവകളെ പുലർത്തുന്ന, അവർക്ക് ആ ജീവികൾക്കെല്ലാം വേണ്ടത് ഇഷ്ടം പോലെ നൽകുന്ന എൻ്റെ ദൈവം എത്ര വലിയവനാണ്. നമുക്കതുകൊണ്ട് ആ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. നാം വായിച്ചതുപോലെ, ആ പ്രാരംഭത്തിലോ ചിന്തിച്ചതുപോലെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവങ്ങളെ, ആ ശിഷ്യന്മാരെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് കർത്താവിന് വലിയ ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് അവരെ വിട്ടുപോകും. അതിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ഒക്കെ നമ്മളവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ മുന്നിൽ പതറിപ്പോകുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവമക്കളെ, ആ കർത്താവിൻ്റെ മടങ്ങി വരവിനെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട്, മാത്രമല്ല നാം പ്രാരംഭത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൻ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് ഞാനും ആശ്വസിപ്പിച്ചോളൂ. നാം എന്നും അവനോടുകൂടി ആയിരിക്കും. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതമൊക്കെ തീരും നാം കർത്താവിനോടുകൂടി ആയിരിക്കും. അവനോടുകൂടി ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്തുകൊണ്ട്, ആ പ്രത്യാശ നിർഭരമായ അനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസേനയിലായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനായിട്ട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ജീവിക്കാൻ തക്കണം. ഈ കർത്താവ് വലിയവനാണ് എന്നുള്ള ചിന്ത നന്നായി ഭരിക്കുവാൻ തക്കണം. ഈ ദൈവിക സാന്നിധ്യം എപ്പോഴും എനിക്കുണ്ട്, അവരെനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. അവൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുന്നത്.